മലയാളം സിനിമയിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു ത്രില്ലർ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. നോബഡി ഈസ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, പക്ഷേ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ദിസ് ഇസ് നോട്ട് എൻ OTT മൂവി. ദിസ് മൂവി ഡിസേർവ്സ് ദ ബിഗ് സ്ക്രീൻ. നിസാം ബഷീറിന്റെ ഫിൽം മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹീറോ. ആൻഡ് ഈ സിനിമ ടെക്നിക്കലി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇതിന്റെ വിഷ്വൽ, സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, എഡിറ്റിംഗ് എല്ലാം ടോപ്പ് നോച്ച് വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് പൃഥ്വിരാജിന്റെ റീസെന്റ് ബെസ്റ്റ് പെർഫോമൻസ് ആണ് സിനിമയിൽ ആഫ്റ്റർ ആടുജീവിതം. ആ ഒരു രാജീവൻ എന്ന ക്യാരക്ടറിന് ഫുൾ കൺവിക്ഷനോടെയാണ് പൃഥ്വിരാജ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനി സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ആ ഒരു മിസ്റ്ററി, സൈക്കോളജിക്കൽ എലമെന്റ്സും, ത്രില്ലിംഗ് ഫാക്ടറും, ട്വിസ്റ്റ്, ജോണർ ഷിഫ്റ്റ്, ആക്ഷൻ സീക്വൻസസ് എല്ലാം വളരെ ഇൻടാക്റ്റ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇന്റൻസിറ്റി അവർ കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ സിനിമ ഏത് ദിശയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേന്ന്. ആൻഡ് അതിനുശേഷം ഈ സിനിമയുടെ ഇന്റർവൽ പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് ചോദ്യങ്ങളായിരിക്കും. ആദ്യത്തെ ചോദ്യം, ആരാണ് ശരിക്കും ഈ രാജീവൻ? അത്രയും മിസ്റ്ററി അടങ്ങിയ, അത്രയും സൈക്കോളജിക്കൽ സംഭവം ഉള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ആ ഒരു ക്യാരക്ടറെ എന്ത് ചിന്തിക്കണം നമുക്ക് ഒരു രീതിയിലും പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഇനി സെക്കൻഡ് ഹാഫിലൂടെ ഈ പടം കാണിക്കാൻ പോണേന്ന്. ആ ഒരു രണ്ട് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാനുണ്ടല്ലോ ഈ സിനിമ ഗംഭീരമായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് സമീർ അബ്ദുൾ എന്ന റൈറ്റർ അതുവരെ കിഡിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ തോന്നി തുടങ്ങിയത്. ഐഡിയ ഇപ്പോഴും ഫ്രഷ് ആണ്, ഫിൽം മേക്കിംഗ് ഇപ്പോഴും ബ്രില്യൻ്റ് ആണ്. പക്ഷേ 2 മണിക്കൂർ 50 മിനിറ്റ് അത് കുറച്ച് കൂടിപ്പോയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ഒരു 2 മണിക്കൂർ 50 മിനിറ്റ് അല്ലെങ്കിൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ഭയങ്കര ഡ്രാഗിങ്, കുറച്ച് ലാഗിങ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ 2 കാരണങ്ങളാണ് ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസസ്. സെക്കൻഡ് ഹാഫിൽ അൺനെസറിയും അൺവാണ്ടഡ് ആയ കുറച്ച് ആക്ഷൻ സീക്വൻസസും ഉണ്ട്. ആ ഒരു ആക്ഷൻ സീക്വൻസസും ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്ന ഒരു ഫീലിംഗ് കിട്ടി. രണ്ടാമത്തത് ഇതിന്റെ സർവൈവൽ പോർഷൻസ് ആണ്. ഈ ഒരു സെക്കൻഡ് ഹാഫ് മോസ്റ്റ്ലി സർവൈവൽ ത്രില്ലർ പോലെ തന്നെയാണ്. ആൻഡ് ആ ഒരു സർവൈവൽ പോർഷൻസ് പോലും ഭയങ്കര വലിഞ്ഞ് പോകുന്നുണ്ടായി. ആൻഡ് ഈ ഒരു സെക്കൻഡ് ഹാഫിന്റെ പോയിന്റ് അവർ ഉദ്ദേശിച്ച സംഭവം നമുക്ക് നന്നായിട്ട് കിട്ടും. ഭയങ്കര ഒരു ഫ്രഷ്നെസ് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യും. അതിന്റെ ഫിൽം മേക്കിംഗ് എല്ലാം ഗംഭീരമാണ്. പക്ഷേ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവം കൊണ്ട് എത്തിച്ച് അല്ലെങ്കിൽ അവസാനിപ്പിക്കണേന്ന് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ നമുക്ക് ഉള്ളത് പോലെയാണ് നമുക്ക് തോന്നുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ സിനിമ കൊണ്ട് എൻഡ് ചെയ്തത് ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ആയിട്ട് പോലെ ഫീൽ ചെയ്തില്ല. ആ ഒരു കൺഫ്യൂഷനും എല്ലാം അടങ്ങിയ ഭയങ്കര കുറെ ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടുള്ള ഒരു എൻഡിങ് ആണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആൻഡ് അതേപോലെ തന്നെ കുറെ ലൂപ്പ് ഹോൾസും ഉണ്ട്, കുറച്ച് ലോജിക്കലായ കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ട് സിനിമയിൽ. സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഭയങ്കര എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ സിനിമയുടെ ഫിൽം മേക്കിംഗ് നിങ്ങളെ പിടിച്ചിരുത്തും. ആൻഡ് ഫിൽം മേക്കിംഗ് ആണ് ഈ സിനിമയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ ദിനേശ് പുരുഷോത്തമൻ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് രാജീവൻ എന്ന ക്യാരക്ടർ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആളുടെ മനസ്സിൽ കൂടെ എന്താ പോകണമെന്ന് നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും വിയേർഡും അത്രയും മിസ്റ്ററി അടങ്ങിയ ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഇന്റൻസിറ്റി, ആ ഒരു വിയേർഡ്നെസ്സും ആ ഒരു മിസ്റ്ററി എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്യാമറ വർക്കാണ് ദിനേശ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഹർഷവർദ്ധനും അതേപോലെ ജിഗ്സ് ബിജോയ് ആണ്. അവർക്ക് ആ ഒരു ത്രില്ലിംഗ് എലമെന്റ് നന്നായിട്ട് എലിവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് പാർവതി തിരുവോത്ത് കിഡിലനായിട്ട് തന്നെ രാജീവന്റെ വൈഫിന്റെ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ആൻഡ് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ്, പാർവതി, 2 പിള്ളേരും, ഇവർക്കൊക്കെ അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് പെർഫോം ചെയ്യാൻ. അവരതെല്ലാം ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 പിള്ളേർ പോലും ശരിക്കും ഇംപ്രസ് ചെയ്യും അവരുടേതായ സ്പേസിൽ. ആൻഡ് അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് കാസ്റ്റ് അശോകൻ, അതേപോലെ ഹക്കീമൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഐ നോബഡി ഒരു പെർഫെക്റ്റ് സിനിമയല്ല, ഡിഫറൻ്റ് ആണ്, ഫ്രഷ് ആണ്, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. നിങ്ങൾക്ക് മിസ്റ്ററി ത്രില്ലേഴ്സ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡോണ്ട് മിസ് ദിസ് മൂവി. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞാലും ഐ നോബഡി എന്ന സിനിമയിലെ രാജീവൻ എന്ന ക്യാരക്ടർ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ല. ആൻഡ് അത് തന്നെയാണ് ഈ സിനിമയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വിക്ടറി.